എന്നുള്ള മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തുടനീളം മതന്യൂനപക്ഷം ഉൾപ്പെടെ BJP സംഘപരിവാർ സംഘടനകളോട് ചേർന്നുകൊണ്ടാണ് രാജ്യത്തുടനീളം സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു UAP ഏൽപ്പിക്കാൻ തയ്യാറായത്. നമ്മളിവിടുത്തെ പാർലമെന്റ് നമുക്ക് പാർലമെന്റ് അംഗങ്ങളെ കാര്യമായിട്ടില്ലല്ലോ. 20 പേരല്ലേ ഉള്ളൂ. ആകെയുള്ളതിന്റെ ഇന്ത്യൻ പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 4 പേരുണ്ട്. രാജ്യസഭ അംഗങ്ങൾ ആ രാജ്യസഭയിലും ലോകസഭയിലും നടന്നതിന്റെ ഏറ്റവും ശക്തമായി പ്രതിരോധിക്കുന്നതും അതിനെതിരെ ശബ്ദം ഉയർത്തുന്നതും CPM-ന്റെ MPമാരാണെന്ന് കാണുന്നത്. പാർലമെന്റിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഗവൺമെന്റിലുള്ള മന്ത്രിമാർ എത്ര പേർ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജുകളിൽ പഠിച്ചിട്ടുള്ളവരാണ്? സ്കൂളുകളിൽ കോളേജിൽ പഠിച്ചവരാണ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അദ്ദേഹം തമിഴ്നാട്ടിൽ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവർ പഠിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റിലാണ്. റെയിൽവേ വകുപ്പ് പീയൂഷ് ഗോയൽ അദ്ദേഹവും പഠിച്ചത് നദ്ദ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയും പഠിച്ചത് ക്രിസ്ത്യൻ മുസ്ലിമാണ് കോളേജിലാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഇത്രയും MLA-മാർ ഇത്രയും മന്ത്രിമാർ പ്രഗത്ഭരായ ഒട്ടനവധി പേർ ക്രിസ്ത്യന്റെ മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുക അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നത് അവരാരെങ്കിലും ഹിന്ദുക്കളല്ലാതായോ? അവരാരെങ്കിലും മതപരിവർത്തന ക്രിസ്ത്യാനിയായോ? മുസ്ലിം സ്കൂൾ സ്ഥാപനത്തിൽ പഠിക്കുന്നെങ്കിൽ ആ മുസ്ലിം സ്ഥാപനം ഇതെന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ മതപരിവർത്തനം നടക്കുന്നുണ്ട്, കൺവേർഷൻ നടക്കുന്നുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് മേൽ ഇതുപോലുള്ള അക്രമം നടത്തുന്നത് ഛത്തീസ്ഗഡ് നേതാക്കളാണ് ഉണ്ടായത്. 2 കന്യാസ്ത്രീകൾ അവർ റാഞ്ചിയിൽ നിന്നും അവരുടെ താമസസ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു. ആ യാത്ര ചെയ്യുന്ന സമയത്ത് ആദിവാസികളായ 2 യുവതികൾ അവരോടൊപ്പമുണ്ട്. നമ്മളെല്ലാം സാധാരണ കാണാറുള്ളതാണ്. മഠങ്ങളിൽ അവരുടെ സഹായികളായി പാചകക്കാരായി ഒക്കെ സ്ത്രീകളായതുകൊണ്ട് തന്നെ അങ്ങനെ 2 കന്യാസ്ത്രീകളുടെ യാത്രയ്ക്ക് വരുന്ന സമയത്ത് അവരോടൊപ്പം 2 ആദിവാസികളായ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടേക്ക് പോകുന്നു? മലപ്രദേശത്തുള്ള ഒരു കോൺവെന്റിലേക്ക് അവർ പോവുകയാണ്. ആ പോകുന്നതിന് കണ്ടപ്പോൾ ബജറംഗ പ്രവർത്തകർ അവരെ തടഞ്ഞു. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? എന്താണ് കൊണ്ടുപോകുകയല്ലേ? ആദിവാസികളായ കൊണ്ടുപോകുകയല്ലേ? നിങ്ങളിവരെ കൊണ്ടുപോയി മതപരിവർത്തനം നടത്താനല്ലേ കൊണ്ടുപോകുന്നത്? ആ പെൺകുട്ടികൾ ആ വന്ന ബജറംഗ പ്രവർത്തകരോട് പറയുന്നു, ഞങ്ങൾ 5 വർഷത്തിലധികമായി ഞങ്ങൾ ക്രിസ്തു മത വിശ്വാസികളും ക്രിസ്ത്യൻ ആരാധനകളുമായിട്ട് ജീവിക്കുന്നതിൽ പ്രവർത്തിക്കുന്നവരുമാണ്. ഇപ്പോഴല്ല ഞങ്ങൾ അവരെ മതപരിവർത്തനം ചെയ്തത്. 5 വർഷം മുമ്പ് ഞങ്ങൾ മതം മാറിയിട്ടുള്ളവരാണ്. ഞങ്ങളുടെ മതം മാറുന്നതിന് കുറ്റകരമാണ്. മതം മാറി ആൾക്കാർ അങ്ങോട്ട് മതം മാറുന്നുണ്ട്. ഇപ്പോ ക്രിസ്ത്യാനികളായി മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്ന് ധർവാപ്പസി എന്ന് പറഞ്ഞ അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ ഹിന്ദുമതത്തിൽ സ്ഥാനപ്പെടുന്നവരുടെ അവർക്ക് ഇവിടെ മുസ്ലിങ്ങളാകുന്ന കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്ത്. ആരെങ്കിലും ഇവിടെ കലാപുണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ 2 സ്ത്രീകൾ പോയപ്പോൾ പറഞ്ഞു, ഇനി അവർക്ക് പോകുന്നത് ഇവർ സഹായികളായി വന്നവരാണ്. ആ ബജരംഗ പ്രവർത്തകർ ആ 2 കുട്ടികളെയും തുല്യമായി കൊണ്ടുവരുകയും കന്യാസ്ത്രീകളെ കടലിലേക്ക് അവിടെ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം അവരുടെ പേരെടുത്തിരിക്കുന്ന കുറ്റം INA കോടതി അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കഠിനമായ വകുപ്പുകൾ ചേർത്താണ് അവരുടെ പേരിൽ അവിടെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആ കോടതിയിൽ വിചാരണ നടന്നാൽ ആ കേസിന് 10 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് അവരെ കോടതി ഹാജരാക്കി. ഹാജരാക്കണമെങ്കിൽ അവരുടെ കുറ്റപത്രം പോലും മാറാൻ അനുവദിക്കാതെ അവരെ കോടതിയിൽ അവരുടെ പോലീസ് കസ്റ്റഡി വയ്ക്കുകയും അതിനുശേഷം അവരുടെ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി
കോടതി ജാമ്യം നിഷേധിക്കുന്നു. സാധാരണഗതിയിൽ കോടതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ച പ്രതികളെ ഹാജരാക്കിയാൽ ആ പ്രതികളുടെ ആരോപിക്കപ്പെട്ട കുറ്റം അത് അടിസ്ഥാനമായിട്ട് തെളിവുകളുണ്ടോ വക്കീലന്മാരെ വിളിച്ചുകൊണ്ട് ആ വക്കീലന്മാരെ അവരുടെ പേരിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും കുറ്റം ചെയ്ത എന്തെങ്കിലും തെളിവുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ജാമ്യം നിഷേധിക്കുന്നത്. പക്ഷേ സെഷൻസ് കോടതി ഒരു തെളിവിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ അവരുടെ ജാമ്യം നിഷേധിക്കാറുണ്ടായത്. അവരെ ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്നത്. പിന്നെ 9 ദിവസം 9ാമത്തെ ദിവസമാണ് അവർ മോചിതരായത്. രാജ്യത്തുടനീളം ഉയർന്നു വന്ന വലിയ പ്രക്ഷോഭ സമരങ്ങൾ മതത്തിൽ വിശ്വസിക്കാത്തവരും ഒരു മതത്തിൽ വിശ്വസിക്കാത്തവരും ഉൾപ്പെടെയുള്ള വലിയ ജനങ്ങളും രാജ്യത്തുടനീളം നടത്തിയ പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി അവരെ ഒരു പരിധിയിൽ മോചിപ്പിക്കേണ്ടി വന്നു. അവർ പറഞ്ഞു, ഇവിടെ ഇന്ന് അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ള പുതിയ നേതാക്കന്മാർ ജാർഖണ്ഡിൽ പോയി. ആ ജാർഖണ്ഡിൽ നടക്കാൻ സംസാരിച്ചില്ല. അവിടെ ബിജെപിയുടെ സാധുത്വം സ്വീകരിച്ചെന്നുള്ളത് ഒരു കാര്യങ്ങൾ നടത്തില്ല. കോടതിയാണ് തീരുമാനിച്ചത്. കോടതി മുമ്പാകെ ഹാജരാക്കിയപ്പോൾ NIA കോടതി പറഞ്ഞു, ഇവരുടെ പേരിൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായി പറയപ്പെട്ട തെളിവുകളുണ്ടോ, അടിസ്ഥാനപരമായ ഒരു തെളിവ് ഹാജരാക്കാൻ അവരുടെ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. 2 പേർക്ക് 50,000 രൂപ ആൾജാമ്യവും അതോടൊപ്പം തന്നെ അവർ പാസ്പോർട്ട് ഉൾപ്പെടെ സറണ്ടർ ചെയ്തുകൊണ്ട് അവർ ഒരു കാരണവശാലും രാജ്യം വിട്ടുപോകാൻ പാടില്ല എന്നും അവർ ഈ കുറ്റം ചെയ്തോ ചെയ്തില്ലയോ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷനല്ല,